ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ക്രോസിങ്സിനെ കുറിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രോസിങ്സ് ഉണ്ട്. ഡയമണ്ട് ക്രോസിങ്, സ്ക്വയർ ക്രോസിങ്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ബ്രീഫ് നോട്ട് തയ്യാറാക്കുക. അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങളൊരു ബ്രീഫ് നോട്ട് തയ്യാറാക്കി വെക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സിഗ്നലിംഗ് ആൻഡ് ഇൻ്റർലോക്കിംഗ്. എന്താണ് സിഗ്നലിംഗ്, അതുപോലെ തന്നെ എന്താണ് ഇൻ്റർലോക്കിംഗ്, ആ കാര്യങ്ങളെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിഗ്നലിംഗ് എന്ന് പറഞ്ഞാൽ, സിഗ്നലിംഗ് ഈസ് ദ ഡിവൈസ് ബൈ വിച്ച് ദ മൂവ്മെൻറ്റ് ഓഫ് ട്രെയിൻസ് ഈസ് കൺട്രോൾഡ്. ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഡിവൈസ് സിസ്റ്റത്തിനെയാണ് നമ്മൾ സിഗ്നലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ റോഡ്സിനും സിഗ്നൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മൂവ്മെൻറ്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഹൈലി ഇമ്പോർട്ടൻറ്റ് ഇൻ ടേംസ് ഓഫ് സേഫ്റ്റിയുടെ പെർസ്പെക്റ്റീവിൽ എന്താണ് സിഗ്നലിംഗ് എന്ന് പറഞ്ഞാൽ, ആ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് വെരി ഹൈലി ഇമ്പോർട്ടൻറ്റ്. Trains can be operated efficiently. Utilization of track and tracks can be done at maximum level. അപ്പോൾ എഫിഷ്യൻസി, നമ്മളെ ട്രാക്ക് യൂട്ടിലൈസേഷൻ എഫിഷ്യൻസി മാക്സിമൈസ് ചെയ്യുന്നത് ബൈ യൂസിങ് ദി സിഗ്നൽസ്. അപ്പോൾ സിഗ്നലിംഗ് ഇൻക്ലൂഡ്സ് സിഗ്നൽസ്, പോയിൻറ്റ്സ്, ബ്ലോക്സ് ആൻഡ് അതർ എക്യുപ്മെൻറ്റ്സ്. സിഗ്നൽസിൻ്റെ ഓരോ കോമ്പണൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒബ്ജക്ട്സ്, എന്തിനാണ് നമ്മൾ സിഗ്നലിംഗ് ചെയ്യുന്നത്? ഇറ്റ് മെയിൻറ്റെയിൻ ദി സേഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രെയിൻസ് റണ്ണിങ് ഇൻ ദി സെയിം ഡയറക്ഷൻ ഓൺ എ സിംഗിൾ ലൈൻ. ഒരു സിംഗിൾ ലൈനിലൂടെ പോകുന്ന ട്രെയിൻസിൻ്റെ ഒരു സേഫ് ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യാം. പിന്നെ സേഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രെയിൻസ് വിച്ച് ആർ അപ്രോച്ചിങ് ഓർ ക്രോസിങ്. ഒരു ക്രോസിങ് വരുന്ന സ്ഥലത്ത് ഒരു സേഫ് ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യാം. To run the trains at restricted speed during repair works. റിപ്പയർ വർക്സിൻ്റെ സമയത്ത് റെസ്ട്രിക്റ്റഡ് സ്പീഡിൽ എന്ത് ചെയ്യാം, ട്രെയിൻ ഓടിക്കാം. ജംഗ്ഷൻ ടു പ്രിവെൻറ്റ് ദി ട്രെയിൻസ് ഫ്രം കൊളൈഡിങ്. ജംഗ്ഷനിൽ കൊളൈഡിങ്ങിന് എന്ത് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. പിന്നെ അറ്റ് ദി ഡൈവേർജിങ് ട്രാക്സ് ടു ഗീവ് ഇൻഡിക്കേഷൻ അബൌട്ട് ദി ഡയറക്ഷൻ ഓഫ് മൂവ്. ഒരു ഡൈവേർജിങ് ട്രാക്കിലാണെങ്കിൽ ഏത് ഭാഗത്തോട്ടാണ് മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഇൻഡിക്കേഷൻ കൊടുക്കുക. മാർഷലിംഗ് യാർഡ്സ് ആണെങ്കിൽ സേഫ്റ്റി അഗൈൻസ്റ്റ് ഷണ്ടിങ്ങിനുള്ള സേഫ്റ്റി. ഷണ്ടിങ് എന്ന് പറഞ്ഞാൽ ഓരോ ബോഗികൾ കൂട്ടിച്ചേർക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഷണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാം. ദെൻ മാർഷലിംഗ് യാർഡ്സ്, അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, എന്താണ് യാർഡ്സ്, മാർഷലിംഗ് യാർഡ്സ് എല്ലാം. ടു പ്രൊവൈഡ് ഫെസിലിറ്റി ഫോർ ദി മാക്സിമം യൂസ് ഓഫ് ട്രാക്ക് ആൻഡ് റോളിംഗ് സ്റ്റോക്ക്. ട്രാക്കും അതുപോലെ തന്നെ ട്രെയിൻസ്. റോളിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അതിലോടുന്ന വാഹനത്തിലാണ് റോളിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ യൂട്ടിലൈസേഷൻ മാക്സിമം ആക്കുക ടു ഇൻക്രീസ് ദ സേഫ്റ്റി. ഇത്രയൊക്കെയാണ് എന്ത് വരുന്നത്, സിഗ്നലിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്, ഉദ്ദേശങ്ങളായിട്ട് വരുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് സാധാരണ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഡിപ്പെൻഡിങ് ഓൺ ദി ഓപ്പറേഷണൽ ക്യാരക്ടറിസ്റ്റിക്, എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഫസ്റ്റ് വൺ, ഫോഗ് ഓർ ഓഡിബിൾ ഓർ ഡെറ്റനേറ്റിംഗ് സിഗ്നൽസ്, ഫസ്റ്റ് വൺ. പിന്നെ സെക്കൻഡ് വൺ, വിഷൻ ഇൻഡിക്കേഷൻ ഹാൻഡ് സിഗ്നൽസ്. ദെൻ വിഷൻ ഇൻഡിക്കേഷൻ ഫിക്സ്ഡ് സിഗ്നൽസ്. ഡിപ്പെൻഡിങ് ഓൺ ദി ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, സ്റ്റോപ്പ് ഓർ സെമഫോർ ടൈപ്പ് സിഗ്നൽസ്, വാർണർ സിഗ്നൽസ്, ഷണ്ടിങ് സിഗ്നൽസ്, കളേർഡ് ലൈറ്റ് സിഗ്നൽസ്. അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷനായിട്ട് വരുന്നത്. പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ലൊക്കേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ഔട്ടർ റിസപ്ഷൻ സിഗ്നൽ, ഹോം റിസപ്ഷൻ സിഗ്നൽ, സ്റ്റാർട്ടർ സിഗ്നൽ, അഡ്വാൻസ് സ്റ്റാർട്ടർ സിഗ്നൽസ്. ദെൻ സ്പെഷ്യൽ സിഗ്നൽസ് ആയിട്ട് റൂട്ടിംഗ് സിഗ്നൽ, കോളിംഗ് ഓൺ സിഗ്നൽ, പോയിന്റ് ഇൻഡിക്കേറ്റേഴ്സ്, റിപ്പീറ്റർ ഓർ കോആക്റ്റിംഗ് സിഗ്നൽസ്, മോഡിഫൈഡ് ലോവർ ക്വാഡ്രന്റ് സെമഫോർ സിഗ്നൽസ്, മിസ്ലേനിയസ് സിഗ്നൽസ്. അപ്പോൾ ഇത്ര ക്ലാസിഫിക്കേഷനായിട്ട് വരുന്നത്. ഒരു ചാർട്ടായിട്ട് വെച്ചാൽ ഫങ്ഷണലായിട്ട് സ്റ്റോപ്പ്, വാർണർ, ഡിസ്ക്, കളേർഡ് ഉണ്ട്. ലൊക്കേഷൻ ബേസ്ഡ് ഔട്ടർ, ഹോം, സ്റ്റാർട്ടർ, അഡ്വാൻസ് സ്റ്റാർട്ടർ ഉണ്ട്. പർപ്പസിനെ ബേസ് ചെയ്തിട്ട് റൂട്ട്, റിപ്പീറ്റർ, കാൾ ഓൺ സിഗ്നൽസ് ഉണ്ട്.
ഓപ്പറേഷൻ ബേസ്ഡ് ഹാൻഡ് സിഗ്നൽസ് ഉണ്ട്, ഫിക്സ്ഡ് സിഗ്നൽസ് ഉണ്ട്, ഡെറ്റനേറ്റിംഗ് സിഗ്നൽസ് ഉണ്ട്. അപ്പോൾ ഇതാണ് an ഓവറോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ദി സിഗ്നൽസ് ആയിട്ട് വരുന്നത്. ഇനി എന്താണ് കൺട്രോളിങ് സിഗ്നൽസ്? കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ വിച്ച് ആർ മാൻഡേറ്ററി ടു ഒബ്സർവ് ഫോർ ദ ട്രെയിൻ മൂവ്മെൻറ്റ്. ട്രെയിൻ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ട്രെയിൻസ് എന്ത് ചെയ്യണം, പൈലറ്റ്സ് എന്ത് ചെയ്യണം, ഇറ്റ്സ് മാൻഡേറ്ററി ടു ഒബ്സർവ്. ഇനി ഇൻഡിക്കേറ്റിംഗ് സിഗ്നൽസ് കറസ്പോണ്ടിങ് ടു ദി ട്രാഫിക് സൈൻസ്. ട്രാഫിക് സൈൻസിനെ കാണിക്കുന്നതാണ്. ആൾസോ മാൻഡേറ്ററി ടു ഒബ്സർവ്. നമ്മൾ സ്പീഡ് ലിമിറ്റ്, അതൊക്കെയാണ് എന്ത് ഇൻഡിക്കേറ്റിംഗ് സിഗ്നൽസ്. ഇനി വാർണിംഗ് സിഗ്നൽസ്. They provide a pre-hand warning to the driver about the controlling signals ahead. These are only enhance the efficiency and provide the safety precautions. അപ്പോൾ വാർണർ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ അതിന് മുന്നുള്ള സിഗ്നൽസിനെ കുറിച്ച് എന്ത് ചെയ്യുക, ഒരു വാർണിംഗ് കൊടുക്കുക. അതിന് മുന്നുള്ള കൺട്രോളിങ് സിഗ്നൽസിനെ കുറിച്ച് ഒരു വാർണിംഗ് കൊടുക്കുന്നതാണ് എന്ത് വാർണിംഗ് സിഗ്നൽസ്. ഇനി ഡെറ്റനേറ്റിംഗ് സിഗ്നൽസ്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ഹാൻഡ് ആൻഡ് ഫിക്സ്ഡ് സിഗ്നൽസ് ആർ നോട്ട് വിസിബിൾ. ചില ഫോഗൊക്കെ ഉള്ള കേസിൽ ഹാൻഡ് സിഗ്നൽസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, വിഷ്വൽ ഡിസ്ട്രക്റ്റഡ് ആവും, ഒബ്സ്ട്രക്റ്റഡ് ആവും. അപ്പോൾ ആ ഒരു കേസസിലാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഡെറ്റനേറ്റിംഗ്, ജസ്റ്റ് ഒന്ന് ഓഡിബിൾ സൗണ്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഫോഗി ആൻഡ് ക്ലൗഡി കണ്ടീഷൻസിലാണ് ഉപയോഗിക്കുന്നത്. ആൾസോ യൂസ്ഡ് ഇൻ ഡ്യൂറിങ് എമർജൻസീസ്, ഡീറെയിൽമെൻറ്റ്, ആക്സിഡൻറ്റ്സ്, ഈ കേസസിലൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ഡെറ്റനേറ്റിംഗ് സിഗ്നൽസ് ഉപയോഗിക്കുന്നുണ്ട്. These are in the form of detonators fixed on the top of rail. റെയിലിൻ്റെ ടോപ്പിൽ ഡെറ്റനേറ്റേഴ്സ് വെച്ചിട്ടാണ് പടക്കുകൾ, ഡെറ്റനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പടക്കുകൾ. When engine passes over it, it explode. എൻജിൻ പാസ് ചെയ്താൽ എക്സ്പ്ലോഡ് ചെയ്യും വിത്ത് ബിഗ് സൗണ്ട് ആൻഡ് അലേർട്ട് ദി ഡ്രൈവർ ടു സ്റ്റോപ്പ് ദി ട്രെയിൻ. എൻജിൻ പാസ് ചെയ്താൽ എന്ത് സംഭവിക്കും, അത് പൊട്ടും, നല്ല ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ആ ശബ്ദം ഉണ്ടായാൽ നമ്മളെ ഡ്രൈവറിന് എന്ത് മനസ്സിലാവും, സ്റ്റോപ്പ് ചെയ്യണമെന്ന് മനസ്സിലാവും. 3 to 4 detonators are placed at an interval of 10 to 15 meters at a 400 to 500 meter height. അപ്പോൾ ഇത് വെക്കുന്ന രീതിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സാധാരണ വെക്കുന്നത് 10 to 15 മീറ്റർ ഇൻ്റർവെല്ലിൽ ഒരു 400-500 മീറ്റർ മുൻപായിട്ടാണ് എന്ത് ചെയ്യുക, 3-4 ഡെറ്റനേറ്റേഴ്സ് നമ്മൾ വെക്കാറുള്ളത്. Next, hand signals. It is given by God using colored flags or bare arms. Colored flag അല്ലെങ്കിൽ സാധാരണ കൈയൊക്കെ ഉപയോഗിച്ചിട്ട് കാണിക്കുന്ന സിഗ്നലാണ് എന്ത് ഹാൻഡ് സിഗ്നൽ. ഡ്യൂറിങ് നൈറ്റ് ടൈംസ് കെറോസിൻ ലാംപ്സ് fitted with movable green, red, yellow light glasses are used. ലൈറ്റ് ലാംപ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ രാത്രി കാലങ്ങളിൽ സിഗ്നൽ കൊടുക്കാറുണ്ട്. സാധാരണ ഗ്രീൻ ആണെങ്കിൽ പ്രൊസീഡാണ്, റെഡ് ആണെങ്കിൽ ഡെഡ് സ്റ്റോപ്പാണ്, യെല്ലോ ആണെങ്കിൽ പ്രൊസീഡ് വിത്ത് കോഷനാണ്. ഇനി സെമഫോർ സിഗ്നൽ. സെമഫോർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വെർട്ടിക്കൽ പോസ്റ്റ് ഓൺ വിച്ച് എ മൂവബിൾ ആം ഈസ് പൈവേർട്ടഡ് അറ്റ് ദി ടോപ്പ്. ഒരു വെർട്ടിക്കൽ പോസ്റ്റ്, ഒരു മൂവബിൾ ആം, മുകളിലൊരു മൂവബിൾ ആം. ഇതാണ് സെമഫോർ സിഗ്നലിൻ്റെ സ്ട്രക്ചറായിട്ട് വരുന്നത്. ആം ക്യാൻ ബി കെപ്റ്റ് ഹൊറിസോണ്ടൽ, നേരെ വെക്കാം, or it can be inclined at 45 degree to the horizontal. 45, അപ്പോൾ രണ്ട് സ്റ്റേറ്റ് ആണുള്ളത്, ഒന്നെങ്കിൽ നേരെ ആയിട്ട് ഹൊറിസോണ്ടൽ ആയിരിക്കും, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും. ഔട്ടർ എൻഡ് ഓഫ് ദി ആം ഈസ് 2.45 cm broader than that at the post. Movable arm is controlled by means of levers and cables from the cabin. Spectacles of red and green fixed in the arm. These are fixed on the left hand side of the track with the spectacle towards the driver. Horizontal arm indicates danger. Horizontal ആയിട്ട് കാണിക്കുകയാണെങ്കിൽ danger stop എന്നാണ് പറയുന്നത്. And inclined arm indicates clear proceed. Inclined ആയിട്ടാണ് കാണിക്കുന്നത്, clear proceed എന്നാണ് കാണിക്കുന്നത്. In the daytime, position of arm indicates the signal. Daytime
ആമിൻ്റെ പൊസിഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. നൈറ്റ് ടൈമിൽ ആ ലാമ്പാണ്, ലാമ്പ് പാസിംഗ് ത്രൂ ഒരു സ്പെക്ടക്കിൾ ഗീവ്സ് സിഗ്നൽ. ആ ലാമ്പാണ് എന്ത് ചെയ്യുക, പച്ച നീല, ആ പച്ച ചുവപ്പ്, നീലല്ല പച്ച ചുവപ്പ് ലാമ്പ്സാണ് എന്ത് കാണിക്കാം, സിഗ്നൽ കാണിക്കാം. ഇതാണ് സെമഫോർ സിഗ്നൽ. നേരെ ആണെങ്കിൽ ഓൺ സ്റ്റോപ്പാണ്, ഇൻക്ലൈൻഡ് ആണെങ്കിൽ എന്താണ്, ക്ലിയർ പ്രൊസീഡാണ്. In warner signal, it is similar to semaphore signal. Difference it contains fixed tailed arm. Fixed tailed arm ഉണ്ടാവും. ഇതാണ് വാർണർ സിഗ്നൽ എന്ന് പറയുന്നത്. ഫിഷ് ടൈൽഡ് ആം ഉണ്ടാവും. The signals are placed ahead of the semaphore signal to warn the driver before entering the railway station. അപ്പോൾ സെമഫോർ സിഗ്നലിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടാണ് വാർണർ സിഗ്നൽസ് വെക്കുന്നത്. ജസ്റ്റ് ഒരു വാർണിംഗ് കൊടുക്കുക, റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഒരു വാർണിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ദ ആം ഈസ് ഹൊറിസോണ്ടൽ ഇൻഡിക്കേറ്റ് സിഗ്നൽ അഹെഡ് ഈസ് സ്റ്റോപ്പ്. ആ ആം ഇതാണ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ എന്താണ് കാണിക്കുന്നത്, സിഗ്നൽ അഹെഡ് എന്താണ്, സ്റ്റോപ്പാണ്. വാർണർ സിഗ്നൽസ് ആർ പ്ലേസ്ഡ് 540 മീറ്റർ അവേ ഫ്രം ദി ഫസ്റ്റ് സ്റ്റോപ്പ് സിഗ്നൽ. ഫസ്റ്റ് സ്റ്റോപ്പ് സിഗ്നലിൻ്റെ ഒരു 540 മീറ്റർ അവേ ആയിട്ടാണ് എന്ത് വെക്കുന്നത്, വാർണർ സിഗ്നൽസ് വെക്കുന്നത്. സംടൈംസ് വാർണർ സിഗ്നൽസ് ആർ പ്രൊവൈഡഡ് വിത്ത് യെല്ലോ ലൈറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് റെഡ്, ഡിസ്റ്റിങ്വിഷ് ദം ഫ്രം സെമഫോർ സിഗ്നൽ ഡ്യൂറിങ് നൈറ്റ്സ്. ചിലപ്പോൾ റെഡിന് പകരം യെല്ലോ കൊടുക്കാറുണ്ട്, കാരണം ആ സെമഫോർ സിഗ്നലായിട്ടൊരു വ്യത്യാസം തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ കൊടുക്കുന്നതായിട്ട്. സംടൈം ബോത്ത് വാർണർ ആൻഡ് സെമഫോർ സിഗ്നൽസ് ആർ പ്ലേസ്ഡ് ഓൺ ദി സെയിം പോൾ. ചില സമയത്ത് വാർണറും സെമഫോർ സിഗ്നലും ഒരേ പോൾസിൽ വെക്കാറുണ്ട്. ബോത്ത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ സ്റ്റോപ്പാണ്. സെമഫോർ ലോവർ, വാർണർ ഹൊറിസോണ്ടൽ ആണെങ്കിൽ പ്രൊസീഡ് വിത്ത് കോഷനാണ്. ബോത്ത് ലോവേർഡ് ആണെങ്കിൽ പ്രൊസീഡ് വിത്ത് കോൺഫിഡൻസ്. ദി സെക്ഷൻ ആൻഡ് ദി നെക്സ്റ്റ് സെക്ഷൻ ബോത്ത് ആർ ക്ലിയർ. അതാണ് എന്ത് ചെയ്യുന്നത്, ഇത് രണ്ടും കൊണ്ട് അർത്ഥാക്കുന്നത്. ഇതാണ് കാണിച്ചത്, രണ്ടും ഒരേ പോളിൽ വെച്ചിട്ടുള്ള ഒരു ഇതാണ്. ബോത്ത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ കോമ്പിനേഷൻ ഓഫ് വാർണർ സ്റ്റോപ്പാണ്. ഇത് സെമഫോർ സിഗ്നൽ, ഈ സെമഫോർ സിഗ്നൽ ഇൻക്ലൈൻഡ് ആണ്, അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ കോഷനാണ്. രണ്ടും ഇൻക്ലൈൻഡ് ആണെങ്കിൽ എന്താണ്, പ്രൊസീഡ് വിത്ത് കോൺഫിഡൻസ് ആണ്. ഇനി എന്താണ് ഷണ്ടിങ് സിഗ്നൽ? ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ആസ് ഡിസ്ക് ഓർ ഗ്രൗണ്ട് സിഗ്നൽ എന്ന് പറയാറുണ്ട്. ഓർ മിനിയേച്ചർ സെമഫോർ സിഗ്നലാണ് യൂസ്ഡ് ഡ്യൂറിങ് ഷണ്ടിങ് ഓപ്പറേഷൻ. ഷണ്ടിങ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഷണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ വാഗൺസൊക്കെ കൂട്ടി യോജിപ്പിക്കുന്ന പ്രോസസ്സിനാണ് എന്ന് പറയുന്നത്. വാഗൺസൊക്കെ കൂട്ടി യോജിപ്പിച്ച് ഒരു ഒറ്റ ട്രെയിൻ ആക്കുന്ന പ്രോസസ്സിനെയാണ് ഷണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷണ്ടിങ്ങിൻ്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഷണ്ടിങ് സിഗ്നൽസ് ഉപയോഗിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് സർക്കുലർ ഡിസ്ക് പെയിൻറ്റഡ് വിത്ത് വൈറ്റ് വിത്ത് എ റെഡ് ബാൻഡ് അലോങ് ഇറ്റ്സ് ഡയമീറ്റർ. റെഡ് ബാൻഡ് ഈസ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ സ്റ്റോപ്പാണ്. റെഡ് ബാൻഡ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ എന്താണ്, പ്രൊസീഡാണ്. സിമിലർ ടു സെമഫോർ, ദിസ് ഇയർ ആൾസോ പ്രൊവൈഡഡ് വിത്ത് ലാമ്പ് ആൻഡ് കളേർഡ് ഗ്ലാസസ്. ലാമ്പും കളർ ഗ്ലാസസും എന്ത് ചെയ്യാറുണ്ട്, രാത്രി കാലങ്ങളിൽ കാണാൻ വ്യൂ കിട്ടാൻ വേണ്ടി കൊടുക്കാറുണ്ട്. ഇതാണ് എന്ത്, ഷണ്ടിങ് സിഗ്നൽ. ഇതൊക്കെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ കാണാറുണ്ടാവും. ഹൊറിസോണ്ടൽ ആണെങ്കിൽ എന്താണ്, സ്റ്റോപ്പാണ്. ഇൻക്ലൈൻഡ് ആണെങ്കിൽ എന്താണ്, ആ ബാൻഡ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഇതാണ് അവിടെയുള്ള എന്ത്, ലൈറ്റ് ലാമ്പ്സ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ സിഗ്നൽസൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യും, മനസ്സിലാവും. ഇനി കളേർഡ് ലൈറ്റ് സിഗ്നൽ യൂസ്ഡ് ഫോർ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം. ഇതൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചാണ്. ഇപ്പോൾ എല്ലാം എന്താണ്, ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ആണ് കുറേ ഭാഗത്തെല്ലാം. കുറേ ഭാഗത്ത് ഇപ്പോഴും ഈ കൺവെൻഷനൽ ആയിട്ടുള്ള സിഗ്നൽ സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്.
ഇപ്പോൾ സാധാരണ ഉപയോഗിക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കളേർഡ് സിഗ്നൽസ് ആണ്. നോ മൂവിങ് ആർംസ് പ്രസൻറ്റ്, ഗിവ് ഇൻഡിക്കേഷൻ ബൈ ഇലക്ട്രിക് ലൈറ്റ് ബോത്ത് ഡ്യൂറിങ് ഡേ ആൻഡ് നൈറ്റ്. ഇലക്ട്രിക് ലൈറ്റ് ആണ് തരുന്നത്. റെഡ് ആണെങ്കിൽ സ്റ്റോപ്പാണ്, ഗ്രീൻ ആണെങ്കിൽ പ്രൊസീഡ് ആണ്, യെല്ലോ എന്ന് പറഞ്ഞാൽ പ്രൊസീഡ് വിത്ത് കോഷൻ ആണ്. ഇനി ബേസ്ഡ് ഓൺ ദി പൊസിഷൻ നമ്മൾ ഔട്ടർ സിഗ്നൽ, ഹോം സിഗ്നലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ പറ്റിയാണ് പറയുന്നത്. ഔട്ടർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ വാർണിംഗ് സിഗ്നൽ ഫസ്റ്റ് സീൻ ബൈ ദി ഡ്രൈവർ. നമ്മൾ ഒരു സ്റ്റേഷനിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈവർ കാണുന്ന ഫസ്റ്റ് സിഗ്നലാണെന്ത്, ഔട്ടർ സിഗ്നൽ. ട്രെയിൻസ് മൂവിങ് അറ്റ് ഹൈ സ്പീഡ് റിക്വയർ സെർട്ടൺ ഡിസ്റ്റൻസ് ഫോർ സ്റ്റോപ്പിംഗ്. നല്ല സ്പീഡിൽ പോവുകയാണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് വേണം സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ. ഹെൻസ് ഡ്രൈവർ ഇൻഫോംഡ് അബൌട്ട് ദി പൊസിഷൻ അഡ്വാൻസ് ദാറ്റ് പ്ലാറ്റ്ഫോം ഇസ് ക്ലിയർ ഓർ നോട്ട്. ഇപ്പോൾ ഡ്രൈവറിന് ഒരു ഇൻഡിക്കേഷൻ കൊടുക്കണം അഡ്വാൻസ് ആയിട്ട്, പ്ലാറ്റ്ഫോം ക്ലിയർ ആണോ അല്ലെങ്കിൽ ക്ലിയർ അല്ല. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ഡ്രൈവറിന് അതിനനുസരിച്ച് തീരുമാനം എടുക്കാൻ. ദി സിഗ്നൽ ഗീവ്സ് ദി പൊസിഷൻ ഓഫ് സ്റ്റോപ്പ് സിഗ്നൽ അഹെഡ്. അപ്പോൾ സ്റ്റോപ്പ് സിഗ്നലിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടിയാണ്. ആസ് ഇറ്റ് പ്രൊവൈഡഡ് സം ഡിസ്റ്റൻസ് അവേ ഫ്രം ദി സ്റ്റേഷൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡിസ്റ്റൻ്റ് ഓർ ഔട്ടർ ഓർ വാർണിംഗ് സിഗ്നൽ. അപ്പോൾ ഇത് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് വിട്ടായതുകൊണ്ട് നമ്മൾ ഔട്ടർ സിഗ്നൽ ഓർ ഡിസ്റ്റൻസ് സിഗ്നലൊക്കെ പറയാറുണ്ട് ഇതിനെ. In horizontal or stop position, it indicates that driver must bring his train to halt within 90 meter before the outer signal. ഹൊറിസോണ്ടൽ ആണെങ്കിൽ 90 മീറ്ററിനുള്ളിൽ എന്ത് ചെയ്യണം, ഹാൾട്ട് ചെയ്യണം. ദാൻ പ്രൊസീഡ് ടു ദി ഹോം സിഗ്നൽ വിത്ത് കോഷൻ. ഹൊറിസോണ്ടൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഹോം സിഗ്നലിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു 90 മീറ്ററിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഹോൾട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. In the inclined or proceed position, it indicates that track and platform is clear and proceed normally without any danger. ഇൻക്ലൈൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഡേഞ്ചർ ഇല്ലാതെ നമുക്ക് കോൺഫിഡൻസോട് കൂടി പ്രൊസീഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി ഹോം സിഗ്നൽസ്. ഇറ്റ് ഈസ് നെക്സ്റ്റ് സിഗ്നൽ ആഫ്റ്റർ ഔട്ടർ സിഗ്നൽ ടുവാർഡ്സ് ദി സ്റ്റേഷൻ. അപ്പോൾ ഔട്ടർ സിഗ്നൽ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സിഗ്നലാണ് എന്ത്, ഹോം സിഗ്നൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിമ്പിൾ സെമഫോർ സിഗ്നൽ. ഒരു ചെറിയൊരു സെമഫോർ സിഗ്നലാണ്. ആൻഡ് ഇൻഡിക്കേറ്റ്സ് വെദർ പ്ലാറ്റ്ഫോം ഇറ്റ്സ് ക്ലിയർ ഓർ നോട്ട്. പ്ലാറ്റ്ഫോം ക്ലിയർ ആണോ അല്ലേ എന്ന് കാണിക്കുന്ന സിഗ്നലാണ് എന്ത്, ഹോം സിഗ്നൽ. ആഫ്റ്റർ ദ ഔട്ടർ സിഗ്നൽ ടുവാർഡ്സ് ദി സ്റ്റേഷൻ ഈസ് സ്റ്റോപ്പ് സിഗ്നൽ. Is a stop signal and exactly placed at the station limit is called home signal. സ്റ്റേഷൻ ലിമിറ്റിൽ കാണിക്കുന്ന സ്റ്റോപ്പ് സിഗ്നലാണെന്ത്, ഹോം സിഗ്നലായിട്ട് വരുന്നത്. ഇറ്റ്സ് മെയിൻ ഫങ്ഷൻ ഈസ് ടു പ്രൊട്ടക്ട് ദി സ്റ്റേഷൻ. സ്റ്റേഷനെ പ്രൊട്ടക്ട് ചെയ്യാന്നാണ് മെയിൻ ഫങ്ഷൻ വരുന്നത്. ദ പെർമിഷൻ ടു എൻ്റർ ദി പ്ലാറ്റ്ഫോം ഇസ് ഗിവൻ ബൈ ദി ഓപ്പറേഷൻ ഓഫ് ദി സിഗ്നൽ. മാക്സിമം അൺപ്രൊട്ടക്റ്റഡ് ഡിസ്റ്റൻസ് ഫ്രം ദി സിഗ്നൽ ആൻഡ് ദി പോയിന്റ്. ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു പ്രൊട്ടക്ട് is specified as 180 meter due to its location at the door of the station. It is called home signal. അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തായിട്ട് വരുന്ന സിഗ്നലാണെന്ത്, ഹോം സിഗ്നൽ. സാധാരണ സെമഫോർ സിഗ്നലാണ് കാണിക്കുന്നത്. ഇനി സ്റ്റാർട്ടർ സിഗ്നൽ. ദിസ് സിഗ്നൽ ഈസ് പ്രൊവൈഡഡ് അറ്റ് ദി ഫോർവേഡ് എൻഡ് ഓഫ് ദി പ്ലാറ്റ്ഫോം. ഫോർവേഡ് എൻഡിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ടർ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് കൺട്രോൾസ് ദി മൂവ്മെൻറ്റ് ഓഫ് ദി ട്രെയിൻ ആസ് ദ ലീവ് ദി സ്റ്റേഷൻ. ഇറ്റ് ഗീവ്സ് പെർമിഷൻ ടു ദി ട്രെയിൻ ടു ലീവ് ദി പ്ലാറ്റ്ഫോം ഫോർ ദി നെക്സ്റ്റ് സ്റ്റേഷൻ. നെക്സ്റ്റ് സ്റ്റേഷനിലോട്ട് പോകാനുള്ള പെർമിഷന് ഈ ഒരു സിഗ്നലാണ് കൊടുക്കുന്നത്. നോ ട്രെയിൻസ് ക്യാൻ ലീവ് ദി പ്ലാറ്റ്ഫോം അൺലെസ് ദിസ് സിഗ്നൽ ഈസ് ലോവർ. ഈ ലോവർ ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രെയിൻസിനൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. That why it is called starter signal. A separate signal is provided for each line. ഓരോ ലൈനിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് സ്റ്റാർട്ടർ സിഗ്നൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി അഡ്വാൻസ്ഡ് സ്റ്റാർട്ടർ സിഗ്നൽ. ദ ലിമിറ്റ് ഓഫ് ദി സ്റ്റേഷൻ സെക്ഷൻ ലൈസ് ബിറ്റ്വീൻ ഹോം സിഗ്നൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റാർട്ടർ സിഗ്നൽ. അപ്പോൾ ഹോം സിഗ്നലും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സ്റ്റാർട്ടർ സിഗ്നലാണ് എന്ത് വരുന്നത്, ആ സ്റ്റേഷൻ്റെ ലിമിറ്റായിട്ട് വരുന്നത്. ദ സിഗ്നൽ വിച്ച് അലോസ് ദി train to enter its in the block section is called advanced starter signal.
വാട്ട് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യാനുള്ള സിഗ്നലാണ്. ഇറ്റ് ഈസ് ആൾവേസ് പ്ലേസ്ഡ് ബിയോണ്ട് ദി ഔട്ടർ മോസ്റ്റ് സെറ്റ് ഓഫ് ദി പോയിന്റ് കണക്ഷൻസ്. ദി സിഗ്നൽസ് ആർ പ്ലേസ്ഡ് about 180 meter beyond the last point or switches. അപ്പോൾ ലാസ്റ്റ് പോയിന്റിൽ നിന്ന് ഒരു 180 മീറ്റർ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ അഡ്വാൻസ്ഡ് സ്റ്റാർട്ടർ സിഗ്നൽ കൊടുക്കുന്നത്. അഡ്വാൻസ്ഡ് സ്റ്റാർട്ടർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷൻ്റെ പരിധിയിൽ വെക്കുന്ന സിഗ്നലാണ്. നെക്സ്റ്റ്, റൂട്ടിംഗ് സിഗ്നൽസ്. വെൻ മെനി ബ്രാഞ്ച് ലൈൻസ് ഡൈവേർട്ടിംഗ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്, ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ from main line, it is very difficult to provide individual signal for each line at the divergent point. In such situation, various signals for main line and branch lines are fixed on the same vertical post. എല്ലാത്തിനുള്ളത് ഒറ്റ വെർട്ടിക്കൽ പോസ്റ്റിൽ വെക്കുന്നുണ്ട്. ദി സിഗ്നൽസ് ആർ കാൾഡ് റൂട്ടിംഗ് സിഗ്നൽസ്. ജനറലി സിഗ്നൽസ് ഫോർ മെയിൻ ലൈൻ ഈസ് കെപ്റ്റ് ഹയർ. മെയിൻ ലൈനിലുള്ള കുറച്ച് മുകളിലായിരിക്കും ദാൻ ദോസ് ഇൻ ബ്രാഞ്ച് ലൈൻ. ബ്രാഞ്ച് ലൈനിനേക്കാളും കുറച്ച് മുകളിലായിരിക്കും എന്ത് മെയിൻ ലൈനിൽ വേണ്ട സിഗ്നൽ. അപ്പോൾ ഡൈവേർജിങ് ആയിട്ടുള്ള ട്രാക്കിൽ ഒറ്റ പോസ്റ്റിൽ എന്ത് ചെയ്യുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാക്കിനുള്ള മെയിൻ ലൈനിലും ബ്രാഞ്ച് ലൈനിലുള്ള ട്രാക്കിനുള്ള സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്ന സിഗ്നലാണ് റൂട്ടിംഗ് സിഗ്നൽസ്. മെയിൻ ലൈനിൽ നമ്മൾ സാധാരണ കുറച്ച് ഉയരത്തിലാണ് കാണുന്നത്. പിന്നെ റിപ്പീറ്റിംഗ് സിഗ്നൽസ്. When the view of main signal is obstructed due to some structures of curve. Main signal കണ്ടില്ലെങ്കിൽ some signals are used to repeat the information of the main signal. ചില സിഗ്നൽസ് എന്തുണ്ട്, ആ മെയിൻ സിഗ്നലിൻ്റെ സിഗ്നൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സച്ച് സിഗ്നൽസ് ആർ നോൺ ആസ് റിപ്പീറ്റിംഗ് സിഗ്നൽസ്. ആ സിഗ്നൽസിൻ്റെ പറയുന്ന പേരാണ് റിപ്പീറ്റിംഗ് സിഗ്നൽസ് എന്ന് പറയുന്നത്. ആണ് റിപ്പീറ്റീവ് സിഗ്നൽസ്. മഞ്ഞ കാണിക്കുകയാണെങ്കിൽ ഓണാണ്, പച്ച കാണിക്കുകയാണെങ്കിൽ ഓഫാണ്. ഇനി കോളിംഗ് ഓൺ സിഗ്നൽസ്. അപ്പോൾ ദിസ് ആർ സിമിലർ ടു സെമഫോർ സിഗ്നൽ. സെമഫോർ സിഗ്നലിന് സിമിലർ ആണ്. ബട്ട് ദേ ആർ സ്മോളർ ഇൻ സൈസ് ആൻഡ് ആർ ഫിക്സ്ഡ് ഓൺ ദി സെയിം പോസ്റ്റ് ബിലോ ദി മെയിൻ സിഗ്നൽ. എ കോളിംഗ് ഓൺ സിഗ്നൽ പെർമിറ്റഡ് ട്രെയിൻ ടു പ്രൊസീഡ് വിത്ത് കോഷൻ. അപ്പോൾ ഇത് പെർമിറ്റ് ചെയ്യുന്നതിനാണ് പ്രൊസീഡ് വിത്ത് കോഷൻ. ആഫ്റ്റർ ദി ട്രെയിൻ ഹാസ് ബീൻ ബ്രോട്ട് ഇൻ ടു ഹാൾട്ട്. ട്രെയിൻ ഹാൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് പ്രൊസീഡ് വിത്ത് കോഷന് വേണ്ടിയാണ്. These are helpful when the repair works are going on. റിപ്പയർ വർക്ക് ഒക്കെ നടക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, കോളിംഗ് ഓൺ സിഗ്നൽ വെരി ഹെൽപ്ഫുൾ ആവുന്നത്. ഇതാണ് കോളിംഗ് ഓൺ സിഗ്നൽ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.